കുടുംബ കാഴ്ചകളിലേക്ക് സ്വാഗതം. One, 2, 3, 4, 5, 6, 52, 53, 54, 55, 56, 98, 99, 100, 101, 102, 103, 104, 105, 106, 107, 108, 109. ഇരുന്നൂറ്റി 211, 212, 213, 214, 215, 245, 246, 247, 248, 249. പേടിച്ചു പോയല്ലോ. എത്രയാടാ? 200 തോന്നുന്നു. നിന്നെ കാണാത്ത വെപ്രാളത്തിൽ ഞാൻ മറന്നുപോയി. എല്ലാവരും വിചാരിച്ച് ഞാൻ മുങ്ങിച്ചെത്തുന്നല്ലേ. ഞാൻ വേണമെങ്കിൽ ഒരു 1/2 മണിക്കൂർ ഇതേ ഈ വെള്ളത്തിൽ മുങ്ങി കിടക്കും. നിങ്ങൾക്കറിയോ എത്ര കാലത്തെ എക്സ്പീരിയൻസ് ആണ്. നിഖിലേ, താണ്ടാ നിന്റെ ആള് പോകുന്നു. ആര്? നിമ്മിയോ? ആ, നിമ്മി, നിമ്മി, എന്തൊരു പോക്കട ഇത്. നിഖിൽ, ഇന്ന് എനിക്ക് വേഗം പോണം. ഓ പിന്നെ, രക്തം, കഫം, മലം, മൂത്രം എന്നിവയും എത്ര ശതമാനം രോഗാണുക്കളുണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാൻ ലാബിലേക്കല്ലേ നീ പോകുന്നത്? നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി കേട്ടോ. നമുക്ക് കുറച്ച് ഭാവി കാര്യങ്ങളൊക്കെ സംസാരിച്ചു വിടിരിക്കാം. നിഖിൽ, നമ്മുടെ പ്രശ്നം ചേട്ടച്ചനമ്മ ഇന്നലെ അറിഞ്ഞു. വല്ലാത്ത പ്രശ്നം ഉണ്ടാക്കി. ഓ, അറിഞ്ഞോ? സമാധാനം. ഇനി എങ്ങനെ അയാളെ അറിയിക്കുമെന്നുള്ള ടെൻഷൻ മാറിയല്ലോ. ചേട്ടച്ചൻ പുറകെ ഉണ്ടാവും. എനിക്ക് പേടി എങ്ങനെ പബ്ലിക്കായി നിന്ന് സംസാരിക്കാൻ. ഓ, അതാണോ പ്രശ്നം? നീ ഒരു കാര്യം ചെയ്യും, ആ സെമിത്തേരിയുടെ അവിടെ പോയി നിൽക്കുക. ഞാൻ അങ്ങോട്ട് വരാം. ശരി. ആ, നീ ഭാഗ്യവാനാടാണെങ്കിലേ. അതേ, ആ പോയത് കാരുണ്യ ലോട്ടറി ഒന്നും അല്ല, ഞാൻ താലി കെട്ടാൻ പോകുന്ന പെണ്ണ. അത് തന്നെയാടാ അവനും പറഞ്ഞു. നിന്നെപ്പോലെ നിഷ്കളങ്കയായ ഒരു പെണ്ണിനെ കിട്ടിയ നീ ഭാഗ്യവാനാടാ. ചെറുപ്പത്തിലെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട അവൾക്ക് എല്ലാത്തിനും കൂടെ ഒരു ചേട്ടനേ ഉള്ളൂ. ശരിയാ, ചേട്ടനെ അവള് വിളിക്കുന്നത് തന്നെ ചേട്ടച്ചനമ്മ എന്നാ. ഞാൻ ആ സെമിത്തേരിക്ക് അടുത്തുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോരെ. ഓ ശരി ശരി. സുറത്തിലെ കട്ടൂർമാൻ പെട്ടെന്ന് അങ്ങോട്ട് വന്നേക്കല്ലേ. നിങ്ങളില്ല എൻ്റെ പൊന്നോ. നിമ്മി, എന്തിനാ കരയുന്നേ? എന്റെ പപ്പയും മമ്മിയും ഇവിടെയാ. മരണം ഒരു സത്യമല്ലേ നിമ്മി? നമ്മളൊക്കെ ആ വഴിക്ക് പോകേണ്ടവരല്ലേ. ദുഃഖിച്ചിട്ട് എന്ത് പ്രയോജനം? എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ, വേഗം പറയൂ. ചേട്ടച്ചനമ്മ വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ എന്നെ തീരെ വിശ്വാസമില്ല. നിമ്മിക്കപ്പോ എൻ്റെ കൂടെ ജീവിക്കാൻ ഇഷ്ടമല്ലേ? അയ്യോ, എന്തേ പറയുന്നത്? മനസ്സറിഞ്ഞൊന്ന് വിളിച്ചാ മതി, ഞാൻ കൂടെ വരും. സെമിത്തേരിയില്. രാവിലെ ലാബിലേക്കാണെന്ന് പറഞ്ഞ് ഉടുത്തൊരുങ്ങി ഇറങ്ങുന്നത് കണ്ട അലവലാദികളെ സ്വീകരിക്കാനല്ലേ? പേരുദോഷം കേൾപ്പിച്ചാൽ നീ അടങ്ങും. അനാവശ്യം പറയരുത്. നീ ആരുടെ എന്നെ ആവശ്യം അനാവശ്യം പഠിപ്പിക്കാൻ? ഞാൻ ഗുണദോഷിച്ച് എന്റെ പെങ്ങളെയാ. ചേട്ടച്ചനമ്മ ഓടി ഇങ്ങോട്ട്. ഞങ്ങളുടെ മാതാപിതാക്കൾ ഇവിടെയുണ്ട്. കണ്ണിലെ കൃഷ്ണമണി പോലെയാ ഞാൻ എന്റെ പെങ്ങളെ കൊണ്ടു നടന്ന്. അവളെ നീ? ഞാനേ ഒരാണാ.
ഒരു പെണ്ണിനെ താലി കെട്ടാനുള്ള ശേഷിയും പ്രായവും എനിക്കുണ്ട്. ഞാൻ വിളിച്ചാൽ അവൾ ഇറങ്ങി വരികയും ചെയ്യും. ആ പുതിയ അങ്ങ് നീ മനസ്സിൽ വെച്ചാ മതി. ഈ കണ്ട കാലമൊക്കെ അവളെ പോറ്റി വളർത്തി എന്നെ തിക്കാൻ മാത്രം എന്റെ പെങ്ങൾ ഒരുങ്ങില്ല. ഒരുങ്ങും. ഞാൻ നിഖിലിന്റെ കൂടെ പോവും. ചേട്ടച്ചോ, ഇത് ന്യൂജൻ കാലമാ. പെണ്ണിന്റെ ഇഷ്ടത്തിനപ്പുറം കോടതി പോലും നിശബ്ദമാ. ചുമ്മാ കെട്ടിച്ചു കൊടുത്തേക്ക് കേട്ടാ. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. വേണ്ട. ആരെത്ര പറഞ്ഞാലും പോറ്റിയതിന്റെയും വളർത്തിയതിന്റെയും കണക്ക് പറയുന്നവരാ മാതാപിതാക്കളും കൂടപ്പറപ്പുകളും. നിഖിൽ വാ, നമുക്കിപ്പൊ തന്നെ അച്ഛനെ കാണണം. വരൂ, സംസാരിക്കാം. ഇരിക്കൂ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. പ്രായപൂർത്തിയായ നിങ്ങൾക്ക് വിവാഹം കഴിക്കാനും ഒരുമിച്ച് ജീവിക്കാനുമൊന്നും നിയമതടസ്സങ്ങളില്ല. പക്ഷേ അച്ഛോ, സഭയുടെ നിയമപ്രകാരം വേണ്ടത് അച്ഛൻ ചെയ്തു തരണം. ഞാനിട്ടിരിക്കുന്ന ഈ ലോഹ പ്യോർ കോട്ടൺ കൊണ്ട് തയ്പ്പിച്ചതാ. പക്ഷേ ചിലപ്പോഴൊക്കെ ഇത് മുള്ളിൻ്റെതാണെന്ന് തോന്നിപ്പോകും. അച്ഛോ, ഞങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അച്ഛൻ ചെയ്തു തരണം. ഇനി ബന്ധങ്ങളുടെ പേര് പറഞ്ഞ് ഞങ്ങളുടെ പുറകെ ആരും വരരുത്. അത്രയ്ക്ക് ധൃതിയായോ നിങ്ങൾക്ക്? നിങ്ങൾക്കറിയാമോ, ഇലഞ്ഞിപ്പൂക്കൾ വാടിയാലും അതിൻ്റെ മണം നഷ്ടമാവില്ല എന്നുവെച്ച് വാടിയ പൂക്കൾ കൊണ്ട് ആരും മാല കെട്ടാറുമില്ല. താലി കെട്ടുന്നതോടെ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി. പള്ളിയിൽ രജിസ്റ്ററിൽ ഒപ്പുവെക്കുന്നതോടെ അതിന് നിയമസാധുതയുമായി. പക്ഷേ സ്വന്തം മാതാപിതാക്കളെ ധിക്കരിച്ച് അവരെ കണ്ണീര് കുടിപ്പിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന വിവാഹം ദൈവത്തിന്റെ പുസ്തകത്തിൽ രജിസ്റ്റർ ചെയ്യുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അച്ഛൻ ഒഴിവ് പറയരുത്. ഇത് ഞങ്ങളുടെ ഭാവിയുടെ പ്രശ്നമാണ്. എന്തിനാ അയാൾ ഞങ്ങളുടെ സ്നേഹത്തിന് മുമ്പ് വിലങ്ങുതടിയാവുന്നത്? പ്രണയം അപരാധമാണോ അച്ചു? നിങ്ങളുടെ ഈ കുഴയ്ക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്കുത്തരമില്ല. പക്ഷേ ഉത്തരം തരാൻ കഴിയുന്ന ഒരുവന്റെ മുൻപിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. തൽക്കാലം കുറച്ചു നേരം കണ്ണടച്ചിരുന്ന് ധ്യാനിക്കുക. ഇനി രണ്ടുപേരും കണ്ണു തുറന്നു. നിമ്മിക്ക് നിഖിലിനെ വിവാഹം ചെയ്യാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ്, 100 വട്ടം. നിഖിലിനെ നിമ്മിയെ വിവാഹം ചെയ്യാൻ ഇഷ്ടമാണോ? നിന്നെ എനിക്കിഷ്ടമാണ്. പക്ഷെ ഞാൻ കണ്ണടച്ച് ധ്യാനിച്ചപ്പോൾ രക്തക്കണ്ണീർ ഒഴുകുന്ന 2 കണ്ണുകൾ ഞാൻ കണ്ടു. അത് നിന്റെ ചേട്ടച്ചനമ്മയുടേതാണോ കർത്താവിൻ്റെ ആണോ എന്നൊന്നും എനിക്കറിയില്ല. സൃഷ്ടാവായ ദൈവത്തിന് സ്വീകാര്യമല്ലാത്ത വിവാഹവും അതിലുണ്ടാവുന്ന സന്താനങ്ങളും പാപത്തിൻ്റെ പരമ്പരകളായിരിക്കും. നിന്റെ ചേട്ടച്ചനമ്മ ഈ വിവാഹത്തിന് സമ്മതിച്ചാൽ മാത്രമേ നമ്മൾ ഒന്നാവൂ. നമ്മുടെ കുടുംബങ്ങളിൽ
ഓരോരോ കാലങ്ങളിൽ പുതുതായി ഓരോ വിവാഹങ്ങൾ നടക്കുമ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമാണ്. ഓരോ വിവാഹവും പുതിയ പ്രതീക്ഷകളാണ് സമൂഹത്തിനും സഭയ്ക്കും നൽകുന്നത് എന്നതിൽ സംശയമില്ല. പക്ഷേ ഈ വിവാഹത്തോട് ബന്ധപ്പെട്ട് ഏർപ്പെടുന്ന കുറേ പേർക്കെങ്കിലും, പ്രത്യേകിച്ച് ഈ വിവാഹാർത്ഥികളുടെ മാതാപിതാക്കൾക്കെങ്കിലും അടുത്ത കാലങ്ങളിലായി ആശങ്കകളുണ്ട്. ഒരു മകനെ അല്ലെങ്കിൽ മകളെ വിവാഹത്തിലേക്ക് നയിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് വലിയ പ്രതീക്ഷയും സന്തോഷവും ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും അവരുടെ മനസ്സിൻ്റെ കോണുകളിൽ, പലരുടെയും മനസ്സിൻ്റെ കോണുകളിൽ ഇത്തിരിയെങ്കിലും ഇവരുടെ ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള ആശങ്കകളുണ്ട് എന്നത് ഉറപ്പാണ്. ഒരു വിവാഹവും വിവാഹമോചനത്തിലേക്ക് പോകണമെന്ന് ഒരപ്പനും ഒരമ്മയും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ മുമ്പോട്ട് പോയി കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ട് വിവാഹമോചനങ്ങൾ നടക്കുന്നു എന്നത് ഉറപ്പായ കാര്യമാണ്. പോട്ടെ, ഞാൻ ഇതിനോട് ബന്ധപ്പെട്ട മറ്റൊരു വിഷയത്തിലേക്ക് വരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതൊരു ചോദ്യം ചോദിച്ചുകൊണ്ടാവാം. ഇന്ന് നടക്കുന്ന എല്ലാ വിവാഹങ്ങളും ദൈവഹിതപ്രകാരമുള്ള വിവാഹങ്ങളാണ്? വിശദീകരിക്കാം. നമ്മുടെ കുടുംബങ്ങളിലെ വിവാഹങ്ങൾ എല്ലാം ദൈവം അറിഞ്ഞ് നടക്കുന്ന വിവാഹങ്ങളാണോ? ദൈവത്തിൻ്റെ കണക്കുകൂട്ടലിലുള്ള വിവാഹമാണോ? ദൈവം ഓരോ മകൻ്റെയും മകളുടെയും വിവാഹ ജീവിതത്തെക്കുറിച്ച് മുൻകൂട്ടി കണക്ക് കൂട്ടുന്നില്ലേ? എന്നെ ശ്രദ്ധിക്കുന്ന മാതാപിതാക്കൾ തീർച്ചയായും തങ്ങളുടെ മക്കളുടെ വിവാഹത്തെക്കുറിച്ച് മുൻകൂട്ടി തന്നെ ആലോചിക്കുന്നവരാണ്. മകനോ മകൾക്കോ ഒക്കെ എത്ര വയസ്സാകുമ്പോൾ നിങ്ങൾ വിവാഹത്തെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങുന്നു? നമ്മുടെ കുടുംബങ്ങളിലെ പെൺമക്കളെക്കുറിച്ചുള്ള ആലോചന ഇച്ചിരി നേരത്തെ നടക്കുന്നു. ആൺമക്കളെക്കുറിച്ചുള്ള ആലോചന ഇച്ചിരി താമസിച്ചായിരിക്കാം. ഏതായാലും നേരത്തെ ആയാലും താമസിച്ചായാലും മക്കളെക്കുറിച്ചുള്ള, അവരുടെ വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള ആലോചന നടക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള വിവാഹത്തോട് ബന്ധപ്പെട്ട ആലോചനകൾ തുടങ്ങുന്നതിന് എത്ര മുൻപേ ദൈവം നിങ്ങളുടെ മക്കളുടെ വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്, പദ്ധതി ഇട്ടിട്ടുണ്ട്. 23, 25, 28, 30 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കാം മകന് വേണ്ടി, മകൾക്ക് വേണ്ടി വിവാഹാലോചന നടത്തുന്നതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നത്. പക്ഷേ ഈ മകന് വേണ്ടി, മകൾക്ക് വേണ്ടി ഉള്ള വിവാഹാലോചന, വിവാഹ നിശ്ചയം ദൈവം എന്ന് നടത്തി? എന്നാണ് നടത്തിയത്? അവനും അവളും ജനിക്കുന്നതിന് മുൻപ്. വിശുദ്ധ ഗ്രന്ഥവചനങ്ങളുടെ വെളിച്ചത്തിൽ, സഭയുടെ പ്രബോധനങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ വിശ്വസിക്കുന്നതും ഏറ്റുപറയുന്നതുമായ സംഗതി അതുതന്നെയല്ലേ? നീ ജനിക്കുന്നതിന് മുൻപേ തൻ്റെ ഉള്ളം കൈയിൽ നിൻ്റെ പേര് കൊത്തിവയ്ക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ, ഒരു മകൻ്റെ, ഒരു മകളുടെ വിവാഹ ജീവിതം ആരുമായിട്ടായിരിക്കണമെന്ന് ദൈവം നേരത്തെ ആഗ്രഹിച്ചിട്ടുണ്ട്, നിശ്ചയിച്ചിട്ടുണ്ട്. ആ മകൻ്റെ, ആ മകളുടെ നല്ല ഭാവിക്ക് വേണ്ടി അനുയോജ്യനായ വ്യക്തിയെ മാറ്റി നിർത്തിയിട്ടുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മളതാ കാണുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭാധ്യായങ്ങളെ പഠിപ്പിക്കുന്ന അതല്ലേ? മനുഷ്യന് ദൈവം എങ്ങനെയാണ് കൂട്ടാളിയെ നൽകുന്നത്? ചേർന്ന ഇണയെ. ആദത്തിന് ദൈവം ചേർന്ന ഇണയെ നൽകി എന്ന് പറഞ്ഞാൽ, പുരുഷന് ചേർന്ന സഖിയെ നൽകുന്നു, സ്ത്രീക്ക് ചേർന്ന തുണയെ നൽകുന്നു. അങ്ങനെയാണെങ്കിൽ നിൻ്റെ മകന്, മകൾക്ക്
അനുയോജ്യയായ പങ്കാളിയെ നൽകാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന ആ വിവാഹം തന്നെയാണോ നിൻ്റെ മകനും മകൾക്കും നടക്കുന്നത്? അങ്ങനെയാണ് നടക്കുന്നെങ്കിൽ ആ വിവാഹമോചനം വരെ എത്തുമോ? ഞാൻ വിശ്വസിക്കുന്നില്ല. ദൈവം ആഗ്രഹിച്ച് നടക്കുന്ന ഒരു വിവാഹവും പ്രശ്നങ്ങളിലൂടെ വിവാഹമോചനം വരെ എത്തുകയില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സഭയിൽ വിവാഹമോചനങ്ങൾ കൂടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയണം? ആ വിവാഹങ്ങളൊക്കെ ദൈവം ആഗ്രഹിക്കാത്ത വിവാഹങ്ങളായിരുന്നു. ദൈവത്തിൻ്റെ കണക്കുകൂട്ടൽ തെറ്റുമോ? ദൈവത്തിൻ്റെ കണക്കുകൂട്ടൽ തെറ്റില്ല. ഒരു കാര്യത്തെ സംബന്ധിച്ചും ദൈവത്തിൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റുകയില്ല. അപ്പോൾ ദൈവം കണക്ക് കൂട്ടിയ വിവാഹമാണ് നിൻ്റെ മകന് നിൻ്റെ മകൾക്ക് നടന്നതെങ്കിൽ അത് വിവാഹമോചനം വരെ എത്തുകയില്ല. ആ വിവാഹബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ടാകാമോ? തീർച്ചയായും സാധാരണ കാണുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. സഹനങ്ങളുണ്ടാവാം, രോഗങ്ങളുണ്ടാകാം, സാമ്പത്തിക ക്ലേശനം ഉണ്ടാവാം, ആശയ സംഘടന ഉണ്ടാവാം, അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം, പിണക്കം ഉണ്ടാവാം, ഇണക്കം ഉണ്ടാവാം. ഇതൊക്കെ സ്വാഭാവികമാണ്. ഇത് മനുഷ്യ സഹജമാണ്, വിവാഹ സഹജമാണ്. പക്ഷേ വിവാഹമോചനം വരെ എത്തുന്ന ഒരു പ്രശ്നത്തിലേക്ക് ആ വിവാഹം പോകില്ല. കാരണം ദൈവം ആഗ്രഹിച്ച വിവാഹമാണ്. അപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ വിശ്വസിക്കണം, ദൈവം ആഗ്രഹിക്കാത്ത വിവാഹങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട്. ദൈവം ആഗ്രഹിക്കാത്ത വിവാഹങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് മറ്റൊരു ചോദ്യം ചോദിക്കാം. ദൈവം ആഗ്രഹിക്കാത്ത പ്രവൃത്തികൾ നാം ചെയ്യാറില്ലേ? ദൈവം ആഗ്രഹിക്കാത്ത പ്രവൃത്തികൾ നാം ചെയ്യാറില്ലേ? എന്താണ് ദൈവം ആഗ്രഹിക്കാത്ത പ്രവൃത്തി? പാപം. അങ്ങനെ ദൈവം ആഗ്രഹിക്കാത്ത പ്രവൃത്തിയായ പാപം നമുക്ക് ചെയ്യാനിടയാകുന്നുണ്ടെങ്കിൽ വിവാഹത്തെ സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കാത്ത തീരുമാനം നമുക്കെടുക്കാൻ സാധ്യതയില്ലേ? തീർച്ചയായും ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇന്ന് വിവാഹമോചനം വരെ എത്തുന്ന വിവാഹങ്ങൾ ദൈവം ആഗ്രഹിക്കുന്നതാണോ എന്ന് നമ്മൾ സംശയിക്കണം. ദൈവം ആഗ്രഹിച്ച് മാതാപിതാക്കളിലൂടെ നടത്തുന്ന വിവാഹങ്ങളാണെങ്കിൽ അത് വിവാഹമോചനം വരെ പോവുകയില്ല. ദൈവം കണക്ക് കൂട്ടിയതിന് തീർച്ചയായിട്ടും പരിഹാരം ദൈവം തന്നെ കാണും. എന്തുകൊണ്ടാണ് ഈ ദൈവം ആഗ്രഹിക്കാത്ത വിവാഹങ്ങൾ നടക്കുന്നത്? കാരണം മറ്റൊന്നുമല്ല, മനുഷ്യൻ്റെ താല്പര്യങ്ങൾ മാറിപ്പോണം. ദൈവം ഒരു കുടുംബത്തിന് രൂപം കൊടുക്കുമ്പോൾ അവിടെ ദൈവികമായ ഒരു ലക്ഷ്യമുണ്ട്. അത്തരത്തിലാണ് ഈ മകനെ മകളെ ദൈവം വളർത്തിക്കൊണ്ട് വരുന്നത്. അവൻ്റെ വളർച്ചയ്ക്കനുസരിച്ചുള്ള പങ്കാളിയെ തീർച്ചയായിട്ടും ദൈവം ഒരുക്കി നിർത്തിയിട്ടുണ്ട്. പക്ഷേ മാതാപിതാക്കളുടെയോ ഈ വിവാഹാർത്ഥിയുടെയോ കാഴ്ചപ്പാടുകൾ തെറ്റിപ്പോകുന്നു. ശ്രദ്ധിക്കേണ്ടുന്ന, പ്രാധാന്യം കൊടുക്കേണ്ടുന്ന കാര്യങ്ങൾക്ക് ശ്രദ്ധയും പ്രാധാന്യവും കൊടുക്കാതെ നോട്ടങ്ങൾ വെറും ഭൗതികമായി മാത്രം മാറിപ്പോകുന്ന അവസ്ഥ. അതുകൊണ്ട് നമ്മുടെ താല്പര്യങ്ങൾ മാറിപ്പോയാൽ, ദൈവത്തിൻ്റെ താല്പര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ താല്പര്യങ്ങളായി മാറിയാൽ ദൈവം ആഗ്രഹിക്കാത്ത കല്യാണങ്ങൾ, വിവാഹ ബന്ധങ്ങൾ നടക്കാം. അത് തീർച്ചയായും പ്രശ്നത്തിലേക്ക് വരും. അങ്ങനെയാകുമ്പോൾ വിവാഹത്തോട് ബന്ധപ്പെട്ട് അന്വേഷണങ്ങളും ആലോചനകളും ഒക്കെ നടത്താൻ പോകുന്ന മാതാപിതാക്കളോട് ഞാൻ പറയും, ഈ മകനെക്കുറിച്ച്, ഈ മകളെക്കുറിച്ച് ദൈവം നേരത്തെ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ, ഇന്നയാളായിരിക്കണം ഇവളുടെ ജീവിത പങ്കാളി എന്ന് പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ, ആ ആളുമൊത്തുള്ള ജീവിതം അവസാന ശ്വാസം വരെ നടത്തുന്നതിനിടയാകും വിധം വളരെ ഗൗരവമായി പ്രാർത്ഥിക്കണം. ലളിതമെന്ന്, നിസ്സാരമെന്ന് തോന്നുന്നെങ്കിലും ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് നടക്കുന്ന വിവാഹങ്ങൾ വിവാഹമോചനം വരെ എത്തുന്ന പ്രശ്നത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയുടെ കുറവുണ്ട്. ദൈവം ഒരു മകനെക്കുറിച്ച്, മകളെക്കുറിച്ച് അവൾക്ക് ഇന്നയാളായിരിക്കണം പങ്കാളി എന്ന് ആഗ്രഹിച്ച് നിശ്ചയിച്ചപ്പോൾ അത് തന്നെ നടക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ
ഇവനെക്കുറിച്ച് ഇവളെക്കുറിച്ചുള്ള മനസ്സിലിരിപ്പ് അറിയണ്ടേ? എൻ്റെ മനസ്സിലിരിപ്പ് ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്കറിയണമെന്നുണ്ടെങ്കിൽ അതിനുള്ള വഴി എന്താ? നിങ്ങൾ എന്നോട് സംസാരിക്കണം, ഞാൻ നിങ്ങളോട് സംസാരിക്കണം. ദൈവം തമ്പുരാൻ്റെ മനസ്സറിയാൻ ആര് ശ്രമിക്കുന്നുണ്ട്? ദൈവത്തിൻ്റെ മനസ്സറിയാൻ പറ്റണം. ഞാനതുകൊണ്ട് പറയും, നീണ്ട സമയം വിവാഹാലോചന തുടങ്ങുന്നതിന് മുൻപ് അപ്പനും അമ്മയും ഈ വിവാഹാർത്ഥിയും ദൈവസന്നിധിയിൽ ഇരിക്കണം. നീണ്ട സമയം ജീവിതത്തോട് ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കായി ഇരിക്കണമെന്ന്, ദൈവസന്നിധിയിൽ ഇരിക്കണമെന്ന് ഈശോ തന്നെ പഠിപ്പിച്ചിരിക്കുക. വലിയ നോമ്പുകാലമൊക്കെ എന്തിൻ്റെ ഓർമ്മയാണ്? കർത്താവ് 40 രാവും 40 പകലും ഉപവസിച്ചതിൻ്റെ ഓർമ്മ കൂടിയാണ്. എന്ന് പറഞ്ഞാൽ താൻ തൻ്റെ ജീവിതാർപ്പണം നടത്തുന്നതിന് മുൻപ് 40 രാവും 40 പകലും ഉപവസിച്ച് പ്രാർത്ഥിച്ചു. നീണ്ട പ്രാർത്ഥനയുടെ ഒരുക്കം. അവിടുന്ന് ശിഷ്യരെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് തലേന്ന് മുഴുവൻ മലയിലായിരുന്നു, പ്രാർത്ഥനയിലായിരുന്നു, പിതാവിനോടൊത്തായിരുന്നു. എന്തിനാണ് പിതാവിനോടൊപ്പമായിരുന്നത്? പിതാവിൻ്റെ മനസ്സറിയാനാണ്. ഓരോ യുവാവിൻ്റെയും യുവതിയുടെയും വിവാഹം എന്ന് പറയുന്നത് ബലിയർപ്പണമല്ലേ? തങ്ങളുടെ ജീവിതത്തിൻ്റെ സമർപ്പണമല്ലേ? അനന്യമായ ഈ ഒരു പ്രവൃത്തിയിലേക്ക്, തീരുമാനത്തിലേക്ക് പോകുന്നതിന് മുൻപ് ദൈവം ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നറിയണ്ടേ? അതുകൊണ്ട് കുടുംബനാഥനും നാഥയും ഈ വിവാഹാർത്ഥിയായ മകനോ മകളോ ദൈവസന്നിധിയിൽ നീണ്ട സമയം ഇരിക്കണം. പറ്റുകയാണെങ്കിൽ എൻ്റെ പ്രിയ മാതാപിതാക്കളെ, വിവാഹാലോചനയ്ക്ക് മുൻപ് ഈ മകനോ മകളോ മാതാപിതാക്കളോടൊപ്പം ഒരു ധ്യാനത്തിന് പോകുന്ന പോലും നല്ലതാണ്. ബന്ധുജനങ്ങളോടൊക്കെ പറയണം, ദാ മകളുടെ വിവാഹം ആലോചിക്കാൻ തുടങ്ങാൻ പോണു, നിങ്ങളെ എത്രയെന്തെയുള്ള മാതാവെങ്കിലും ചൊല്ലണം. ഈ മാധ്യസ്ഥ്യ പ്രാർത്ഥനയുടെ പിൻബലവും കൂടെ ലഭിക്കുന്നത് നല്ലതാണ്. നമ്മൾ വിവാഹത്തിൻ്റെ അവസരത്തിൽ ഇവരെയൊക്കെ വിളിച്ച് സദ്യ കൊടുത്തുകൊണ്ട് മാത്രമായില്ലല്ലോ, ഇവരൊരു സദ്യ ഇങ്ങോട്ട് തിരിച്ചു തരണ്ടേ മകന് മകൾക്ക്? എന്താ സദ്യ? മാധ്യസ്ഥ പ്രാർത്ഥനയുടെ സദ്യ. ആ ഒരു പിൻബലം ഇവർക്ക് കിട്ടണം. അതുകൊണ്ട് വിവാഹ ആലോചനയുടെ ആരംഭം മുതൽ ശക്തമായ പ്രാർത്ഥന ഉണ്ടാവണം. ഒരു ചെറിയ പ്രാർത്ഥന ചൊല്ലി കുരിശു വരചേച്ച് പോകുന്ന രീതിയല്ല. ഈശോ നമുക്ക് മാതൃക തരിക. നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ മകളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമെടുക്കുമ്പോൾ ദൈവപിതാവിൻ്റെ സന്നിധിയിൽ ആ പിതാവിൻ്റെ മനസ്സറിയാൻ നീണ്ട നേരം പ്രാർത്ഥിക്കണം. അങ്ങനെ ആകുമ്പോൾ ഈ അന്വേഷണത്തിൻ്റെ വഴിയിൽ പോകുമ്പോൾ വേണ്ടാത്ത വഴിയിലാണ് പോകുന്നെങ്കിൽ ദൈവം മാറ്റിവിടും. നമ്മെ സഹായിക്കാൻ ദൂതരെ അയക്കും. അതാണല്ലോ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ചരിത്രം മുഴുവൻ നമ്മെ പഠിപ്പിക്കുന്നത്. പോകേണ്ട വഴിയിൽ തന്നെ പോകാനിടയാവും. പോകണ്ടാത്ത വഴിയിലാണ് പോകുന്നെങ്കിൽ അവിടുന്ന് തിരിച്ചയക്കും. ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാവും. അതുകൊണ്ട് വിവാഹാലോചനയോട് ബന്ധപ്പെട്ട് നമ്മൾ കാര്യങ്ങൾ നീക്കുമ്പോൾ ശക്തമായ പ്രാർത്ഥന ഉണ്ടാവണം. എൻ്റെ പേര് റനീഷ്. ഇത് എൻ്റെ ഭാര്യ സോണിയ. എനിക്ക് 3 മക്കളാണ്. അൽക്ക മൂത്ത ആൾ, രണ്ടാമത്തെ ആൾ എൽറോയ്, മൂന്നാമത്തെ ആൾ അൽമിയ. ഞാൻ കടവന്തറയിലൊരു ബിസിനസ് ചെയ്യുകയാണ്. കുറേ ടെലികോം പ്രോഡക്ട്സിൻ്റെയൊക്കെ ഡിസ്ട്രിബ്യൂഷനൊക്കെയാണ്. ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ദൈവം എനിക്ക് നൽകിയ പങ്കാളിയൊത്ത് ജീവിക്കുമ്പോഴാണ് ദൈവഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുന്നതെന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നൊരു മനുഷ്യനാണ്. ഞാൻ പലപ്പോഴും പലരെയും അവരുടെ ജീവിത പ്രശ്നങ്ങളെക്കുറിച്ചും ഒരു വീട്ടിലായിട്ടും 2 ധ്രുവങ്ങളിൽ ജീവിക്കുന്ന മക്കളെക്കുറിച്ചൊക്കെ അറിയുമ്പോൾ ഞാൻ വചനത്തിൽ ദൈവം ദമ്പതികളെക്കുറിച്ച് പറയുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ കർത്താവ് പറയാണ് ആദത്തെ നോക്കിയിട്ട്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന്. അങ്ങനെ കർത്താവ് പറയാണ്, ഞാൻ അവന് ചേർന്ന ഒരു ഇണയെ നൽകുമെന്ന്. അതിനുശേഷം കർത്താവ് യഥാർത്ഥത്തിൽ ഭൂമിയിലും കടലിലുമുള്ള സകല മൃഗങ്ങളെയും പക്ഷിജാലങ്ങളെയും മുഴുവൻ ആദം അവർക്ക് എന്ത് പേര് നൽകുമെന്നറിയാൻ ആദത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് കഴിയുമ്പം ആദം ഇവയ്ക്ക് ഓരോന്നിനും പേര് നൽകി. അവൻ വിളിച്ചത് അവർക്ക് പേരായി എന്നാണ് വചനം പറയുന്നത്. എന്നാൽ അടുത്ത വചനം പറയുന്നത്, എന്നാൽ അവൻ
അവന് പറ്റിയ തുണയെ കണ്ടെത്തിയില്ല എന്നാണ്. ഈ സൃഷ്ടപ്രപഞ്ചത്തിൽ മുഴുവൻ വസ്തുക്കളും അവൻ്റെ മുമ്പിൽ വന്നിട്ട് അവന് പറ്റിയ തുണയെ കണ്ടെത്താഞ്ഞത് കൊണ്ട് ദൈവം സ്ത്രീയെ സൃഷ്ടിക്കുന്നു. ആദ്യത്തെ ഗാഠമായ ഒരു നിദ്രയിൽ അവൻ്റെ 10ാം വാരിയിൽ ഊരിയെടുത്ത് സ്ത്രീയെ സൃഷ്ടിക്കുന്നു. ആ സ്ത്രീയെ ആദത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നപ്പം ആദം പറയുന്ന എൻ്റെ മാംസത്തിൻ്റെ മാംസവും അസ്ഥിയുടെ അസ്ഥിയും നരലിൽ നിന്ന് എടുക്കപ്പെട്ടത് കൊണ്ട് നാരി എന്ന് നീ വിളിക്കപ്പെടും. അവിടെ അവളെ നാരി എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് അവൻ സ്വീകരിക്കുകയാണ് ദൈവം നൽകിയ തുണയെ. അപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു സത്യം ഇതാണ്, നമ്മൾ ഈ ലോകത്തിൽ നമുക്ക് മറ്റൊന്നിലും നമ്മുടെ തുണയെ കണ്ടെത്താൻ സാധ്യമല്ല. ചിലപ്പോൾ മദ്യപിക്കുന്നവരുണ്ടാവും, അവർ മദ്യത്തിൽ സന്തോഷം കണ്ടെത്താനോ ജീവിത സാഫല്യം കണ്ടെത്താനോ പോവുകയാണെങ്കിൽ അത് തെറ്റാണ്. അവർക്ക് ഒരിക്കലും അത് കിട്ടില്ല. ദൈവം നൽകിയ തുണയിൽ നിന്ന് മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ തുണയും നമുക്ക് ലഭിക്കുന്നത്, എല്ലാ സഹനവും നമുക്ക് ലഭിക്കുന്നത്, എല്ലാ സൗഹൃദവും നമുക്ക് ലഭിക്കുന്നു, എല്ലാ സ്നേഹവും നമുക്ക് ലഭിക്കുന്നത്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒത്തിരി ഡൈവേഴ്സുകളും ഒത്തിരി വിവാഹ ബന്ധങ്ങളിൽ പ്രശ്നങ്ങളുണ്ടായി മാറി നിൽക്കുന്ന ഒരവസ്ഥയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഒരു കാരണം എന്താ കഴിഞ്ഞാൽ ദൈവം നൽകുന്ന ജീവിത പങ്കാളിയെ സ്വീകരിക്കുന്നതിന് പകരം എൻ്റെ ഇഷ്ടം അനുസരിച്ചും എൻ്റെ ചില ഇമോഷണൽ അല്ലെങ്കിൽ എൻ്റെ ചില താല്പര്യങ്ങൾക്കും പറ്റിയ ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ളൊരു വ്യഗ്രത പലരിലും കാണാറുണ്ട്. എൻ്റെ പേര് സോണിയ. എന്നെ സംബന്ധിച്ചിടത്തോളം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ മാതാപിതാക്കൾ പറഞ്ഞു തന്നിട്ടുണ്ട് ജീവിത പങ്കാളിയെക്കുറിച്ചും അവരുടെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെ വിവാഹം ഉറപ്പിച്ചതിന് ശേഷം കുറച്ച് ഗ്യാപ്പ് വന്നു. അപ്പോൾ ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു ഈ കുടുംബത്തിന് വേണ്ടിയും ജീവിത പങ്കാളിക്ക് വേണ്ടിയും. പ്രാർത്ഥിച്ചൊരുങ്ങി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത് കൊണ്ട് തന്നെ കർത്താവിൻ്റെ സ്നേഹവും സംരക്ഷണവും ഒത്തിരി ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. വിശ്വാസത്തിൽ വളരുവാനും ദൈവവചനത്തിൽ വിശ്വസിച്ച് ജീവിക്കുവാനും റെനി എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഇന്നത്തെ സമൂഹത്തിൽ പലപ്പോഴും ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമാണ്. അപ്പോൾ കുടുംബങ്ങൾക്ക് ചിലപ്പം അതിൽ ചിലപ്പം ഭിന്നാഭിപ്രായങ്ങളുണ്ടാകും, എതിർപ്പുണ്ടാകും. അതുകൊണ്ട് തന്നെ കുടുംബങ്ങൾ ഒന്നാകാറില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ദൈവാനുഗ്രഹം 2 കുടുംബങ്ങൾ ഞങ്ങളെപ്പോലെ തന്നെ ഒന്നായി. സ്നേഹത്തിലും ഐക്യത്തിലെല്ലാം 2 കുടുംബങ്ങൾ ഒന്നായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പലപ്പോഴും ഈ ഒരു വലിയ സപ്പോർട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികളുണ്ടാകുമ്പോൾ, പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോഴൊക്കെ ഈ 2 കുടുംബങ്ങളുടെയും സ്നേഹവും സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ ഒത്തിരി വലിയ അനുഗ്രഹങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നടക്കുന്ന വിവാഹങ്ങളൊക്കെയും അങ്ങ് ആഗ്രഹിക്കുന്ന വിവാഹങ്ങളാകണം. വിവാഹ മോചനത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുമ്പോൾ ഞങ്ങൾക്ക് ചിന്തിക്കേണ്ടി വരുന്നു, അങ്ങ് ആഗ്രഹിക്കാത്ത വിവാഹങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നടക്കുന്നുണ്ട്. ഞങ്ങളുടെ താല്പര്യങ്ങൾ ദൈവമേ മാറിപ്പോകുമ്പോൾ, വെറും ലൗകികമായ താല്പര്യങ്ങൾ മാത്രമായി മാറുമ്പോൾ ഞങ്ങളുടെ ആലോചനകൾ മാറുന്നു. അരുതാത്ത വിവാഹബന്ധങ്ങൾ നടക്കുന്നു. അത് വിവാഹമോചനം വരെ എത്തുമ്പോൾ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായി തീരുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നടക്കുന്ന മക്കളുടെ വിവാഹങ്ങളൊക്കെ അങ്ങ് ആഗ്രഹിക്കുന്ന വിവാഹങ്ങളായി തീരാൻ തക്ക വിധം അങ്ങയുടെ മനസ്സറിയാൻ, വിവാഹാലോചനകൾക്ക് മുൻപ് നീണ്ടനാൾ ഒരുങ്ങി പ്രാർത്ഥിക്കാൻ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തയിടെ നടക്കാൻ പോകുന്ന എല്ലാ വിവാഹബന്ധങ്ങളെയും തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുഹൃദയമേ, അനുഗ്രഹവും കൃപയും നൽകണമേ. തിരുഹൃദയമേ, തിരുഹൃദയമേ, ഞങ്ങളുടെ വീടിനെ കാക്കണേ. തിരുഹൃദയത്തിൽ തവ ഹൃദയത്തിൽ ഒരു പുണ്യസൂനമായി ചേർക്കണേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.